ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിത് എങ്ങോട്ടാ പോകണമെന്നല്ലേ, നമ്മളെങ്ങോട്ടാ പോകണമെന്ന് അറിയുന്നേക്കാളും മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ച് സഹായിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിമ്മൻ്റെയും ചേച്ചിയുടെയും മലയാളം 7th month സെറിമണിക്കാട്ടോ നമ്മൾ പോണത്. നമ്മൾ പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. കുറച്ച് അധികം ലേറ്റായി പോയി. പന്തൽ പൊളിക്കുമ്പോൾ വന്നാൽ പോരായിരുന്നോ എന്നുള്ള ചോദ്യം വരെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കേട്ടു കേട്ടാ. അപ്പം നമ്മൾ ചേച്ചി ഏകദേശം ഇറങ്ങാൻ ടൈമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൃത്യസമയത്താണ് അവിടെ എത്തിയത്. നമ്മളെ നിലവിളക്ക് ഇതാ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇന്നൊന്ന് കത്തിക്കൂന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ നമ്മളെ വിളക്കിൻ്റെ രോദനമൊക്കെ കേട്ടിട്ട് നമ്മളെ വലിയ അത് കത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചേച്ചി അതാ പിന്നാലെ സുന്ദരിയായിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടാണ് നമ്മളെ പരിപാടികളുടെ ഒരു തുടക്കം അങ്ങോട്ട് വരണം കേട്ടോ. മെയിനായിട്ട് എന്താ, ദക്ഷിണ കൊടുക്കലാണ് പരിപാടി. അപ്പം നിങ്ങൾ ചോദിക്കും, ഇരുന്നിട്ടാണോ കുട്ടിയെ ദക്ഷിണ കൊടുക്കുന്നേന്ന്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചേച്ചിക്ക് കുനിയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഇരുന്ന് കൊടുക്കണേ. നിന്നാൽ എന്തായാലും കുനിയേണ്ടി വരും, അതുകൊണ്ടാണേ. അങ്ങനെ ദക്ഷിണ പരിപാടിയൊക്കെയാണ് കഴിഞ്ഞിട്ടാ. ഇനിയുള്ളത് നമ്മളെ വെറ്റില ചമയ്ക്കാൻ കൊടുത്തിട്ട് അത് തുപ്പുമ്പോൾ ചോക്കോ ചൊക്കില്ലേ എന്നുള്ളതാണ് ഈ ചുറ്റിനുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. പക്ഷെ എന്താ, ചോക്കില്ല. എന്താന്ന് വെച്ചാൽ വെറ്റില മാത്രം ചമച്ചാൽ എങ്ങനെ ചോക്കാനാ? കുറച്ച് നൂറും കൂടി തേച്ച് അങ്ങനെ വിരട്ടാണ് കൊടുക്കണ്ടേ. അങ്ങനെ എല്ലാവരും നോക്കുന്നതിന് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ചേച്ചി ഇറങ്ങാനായിട്ടോ. ഇനി ഇറങ്ങി പോകുമ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത് കേട്ടാ. അങ്ങനെ നമ്മളെ ചേച്ചി ഇതാ ബാക്കിലോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ട് കേട്ടാ. ഇനി എന്തായാലും വരുമ്പോൾ നല്ല സുന്ദരി കുട്ടികളെ ഇട്ടിട്ട് ആള് വരിക. അങ്ങനെ ഇവിടുന്ന് കുറേ പലഹാരങ്ങളൊക്കെ കൊടുത്തയക്കുന്നുണ്ട് കേട്ടാ. അവരങ്ങോട്ട് പോയി. അതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ.